ടെക് ന്യൂസിൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. കോവിഡ്-19 കാരണം കുറഞ്ഞ വരുമാനമുള്ള യൂസേഴ്സിന് 49 രൂപയുടെ റീചാർജ് ഫ്രീ ആയി നൽകുന്നു. 79 രൂപയുടെ റീചാർജിൽ ഡബിൾ ടോക്ക് ടൈമും ലഭിക്കും. എയർടെല്ലും ഇതുപോലുള്ള ഒരു ഓഫർ അനൗൺസ് ചെയ്തിരുന്നു. ഫേസ്ബുക്ക് വിആറിൻ്റെ വൈസ് പ്രസിഡന്റ് ഹ്യൂഗോ ബെറ ഫേസ്ബുക്ക് വിടുന്നു. അദ്ദേഹം ഇനി ഹെൽത്ത് കെയർ ടെക്നോളജിയിലോട്ടാവും പോവുക. ക്ലബ് ഹൗസ് എന്ന ആപ്പിൻ്റെ ആൻഡ്രോയിഡ് ബീറ്റ മെയ് 21 ഇന്ത്യയിലെത്തും. ഓപ്പോ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ വാറണ്ടി തീരുന്ന പ്രോഡക്ട്സിൻ്റെ വാറണ്ടി ജൂൺ 30 വരെ നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷവോമി അവരുടെ മെയിൽ വാറണ്ടി അവസാനിക്കുന്ന പ്രോഡക്ട്സിൻ്റെ വാറണ്ടി 2 മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. പാർലർ എന്ന ആപ്പ് വീണ്ടും ആപ്പിൾ ആപ്പ് സ്റ്റോറിലെത്തിയിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ട് ഇലക്ട്രോണിക്സ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മെയ് 21 വരെയാണ് സെയില്. സാംസങ് F62, F41, റിയൽമി നാർസോ 30 Pro, റിയൽമി C25, പോക്കോ X3, ഓപ്പോ A53, റെഡ്മി നോട്ട് 9 പോലുള്ള ഫോണുകൾക്ക് ഓഫർ വരുന്നുണ്ട്. ആപ്പിൾ എയർപോഡ്സിലും എയർപോഡ്സ് പ്രോയിലും എയർപോഡ്സ് മാക്സിലും ഹോം പോഡിലും പിന്നെ ഹോം പോഡ് മിനിയിലും ആപ്പിൾ മ്യൂസിക് വഴി ലോസ്ലെസ് ഓഡിയോ മ്യൂസിക് പ്ലേ ചെയ്യാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട്. ഗൂഗിൾ ന്യൂസ് ഷോക്കേസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ 30 പബ്ലിഷേഴ്സാണുള്ളത്. മൈക്രോസോഫ്റ്റ് ടീംസിൽ പേഴ്സണൽ ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ബിസിനസ് ക്ലയൻസിനെയും ഓഫീസ് കൊളീഗ്സിനെയും വിളിക്കുന്ന പോലെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും വിളിക്കാം. ആമസോൺ $9 ബില്യൺ അതായത് ഏകദേശം 65,770 കോടി രൂപയ്ക്ക് MGM മേടിക്കാനുള്ള ചർച്ചയിലാണെന്നാണ് റിപ്പോർട്ട്. സ്നാപ്പ് അവരുടെ പുതിയ ക്ലൈമറ്റ് സ്ട്രാറ്റജി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും അതുപോലെ കാർബൺ എമിഷനും കുറയ്ക്കാൻ അവർ ശ്രമിക്കും. ജിയോ ഇന്ത്യയിൽ സെൻറ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സബ്മറൈൻ കേബിൾ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുന്നു. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ പ്രീ രജിസ്ട്രേഷൻ ഇന്ത്യയിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ട്വിറ്റർ റഷ്യയിൽ ഇല്ലീഗൽ എന്ന് ഗവൺമെൻറ് പറഞ്ഞ പല കണ്ടൻസും റിമൂവ് ചെയ്തത് കാരണം ട്വിറ്റർ റഷ്യയിൽ സ്ലോ ഡൗൺ ചെയ്യുന്നത് നിർത്തിയിരിക്കുകയാണ്. വിൻഡോസ് 10X ക്യാൻസലായെന്ന് മൈക്രോസോഫ്റ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മിനി LED മാക്ബുക്ക് പ്രോയുടെ ഇക്കൊല്ലത്തെ സപ്ലൈ ലിമിറ്റഡ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഹോണർ ഗ്ലോബലി മാജിക് ബുക്ക് 14ഉം മാജിക് ബുക്ക് 15ഉം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 11th ജനറേഷൻ ഇൻറ്റൽ പ്രോസസ്സറാണ് വരുന്നത്. ഹോണർ മാജിക് ബുക്ക് 14ൻ്റെ വില വരുന്നത് 849.9 യൂറോസാണ്. അതായത് ഏകദേശം 75,900 രൂപ. മാജിക് ബുക്ക് 15ൻ്റെ വില വരുന്നത് 949.9 യൂറോസാണ്. അതായത് ഏകദേശം 84,800 രൂപ. സാംസങ് അവരുടെ പുതുതായിട്ട് ഷോക്കേസ് ചെയ്ത ഡിസ്പ്ലേയുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. GTA 5ൻ്റെ എൻഹാൻസ്ഡ് എഡിഷൻ PS5ലും അതുപോലെ തന്നെ Xbox Series Xലും നവംബർ 11 ലോഞ്ച് ചെയ്യും. ആപ്പിൾ എയർപോഡ്സ് പ്രോ ആപ്പിളിൻ്റെ ചാർജർ തന്നെ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ചതായിട്ട് ഒരു യൂസർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് Xbox യൂസേഴ്സിന് നെക്സ്റ്റ് ജനറേഷൻ ക്രിയേഷൻ എഞ്ചിൻ എന്ന ഫീച്ചർ ലഭിച്ചേക്കാം. ഇതുവഴി മോഡ്സ് ആഡ് ചെയ്യാൻ കഴിയും. റിയൽമിയുടെ പുതിയ സ്മാർട്ട് ഗാഡ്ജറ്റ്സ് ബ്രാൻഡിൻ്റെ പേര് ഡിസോ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ആദ്യം റിയൽമി ബഡ്സ് എയർ 2, ബഡ്സ് വയർലെസ് 2 നിയോ, റിയൽമി വാച്ച് 2 ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ ശ്രീലങ്കയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 3,400 രൂപയാണ്. സാംസങ് അവരുടെ പുതിയ 5nm ഫാക്ടറി US-ൽ നിർമ്മിക്കും. ഹുവാവയുടെ ഹാർമണി OS കുറഞ്ഞത് മറ്റ് 3 ബ്രാൻഡുകളിലെങ്കിലും ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ അടക്കം 12ഓളം രാജ്യങ്ങളിലെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഷവോമി ഒന്നാമത് എത്തിയിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ട്രായോട് 5G സ്പെക്ട്രം പ്രൈസിംഗ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. റെഡ്മി നോട്ട് 10 പ്രോയിൽ പ്രോക്സിമിറ്റി സെൻസർ ഇഷ്യൂ ഉണ്ടെന്ന് റെഡ്മി ഒഫീഷ്യലായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. അടുത്ത MIUI അപ്ഡേറ്റിൽ ഇത് ഫിക്സ് ചെയ്യും. ഐക്യു Neo 5 വൈറ്റാലിറ്റി എഡിഷൻ എന്ന ഫോണിൻ്റെ ബ്ലാക്ക് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ വൈറ്റ് കളർ വേരിയൻറ്റും വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. മെയ് 24 ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നൂബിയ Z30 Pro എന്ന ഫോണിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ 50x സൂമും സപ്പോർട്ട് ചെയ്യും. ഇത് കമ്പനി ഒഫീഷ്യലായിട്ട് ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ സാമ്പിൾസും പുറത്തു വന്നിട്ടുണ്ട്. ഹോണർ പ്ലേ 5, ഹോണർ പ്ലേ 5T എന്നീ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹോണർ പ്ലേ 5ൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 3800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 2,099 യുവാനാണ്. അതായത് ഏകദേശം 23,900 രൂപ. പിന്നെ ഹോണർ പ്ലേ 5T എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. യൂണി SoC ടൈഗർ T610 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്.
ഇതിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 13 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ ആണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 1199 യുവാനാണ്, അതായത് ഏകദേശം 13,600 രൂപ. ഗൂഗിൾ I/O 2021 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആൻഡ്രോയിഡ് 12 ബീറ്റ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആദ്യം പിക്സൽ ഡിവൈസുകളിലായിരിക്കും ആൻഡ്രോയിഡ് 12 ബീറ്റ വരിക. പിന്നെ ആൻഡ്രോയിഡ് 12 കുറേ റീഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെയും കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ ഗൂഗിൾ മാപ്പിൽ പുതിയ കുറേ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ഇൻഫോ ഏരിയ, പേഴ്സണലൈസ്ഡ് മാപ്പ് പോലുള്ള ഫീച്ചേഴ്സൊക്കെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൂഗിൾ ഫോട്ടോസിൽ പാസ്കോഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ലോക്ക് ഫോൾഡർ സ്പേസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫോട്ടോ മെമ്മറീസിലും പുതിയ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പിക്സൽ ക്യാമറയിൽ ഫോട്ടോയിൽ ഡാർക്കർ സ്കിൻ കളറുള്ളവരുടെ സ്കിൻ ടോൺ ബെറ്റർ ആക്കാനുള്ള ഫീച്ചർ കൊണ്ടുവരുന്നു. വിറോഎസ് സോഫ്റ്റ്വെയർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൂഗിളും സാംസങ്ങും ഒരുമിച്ച് പ്രവർത്തിക്കും. വിവോ X60 Pro, വിവോ Y52 5G, വിവോ Y72 5G എന്നീ ഫോണുകൾ യൂറോപ്പിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വിവോ X60 Proയിൽ 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന 5G പ്രോസസ്സറാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+13+13 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4200 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 799 യൂറോസ് അല്ലെങ്കിൽ 749 പൗണ്ടാണ്, അതായത് ഏകദേശം 71,300 രൂപ. പിന്നെ Y52 5G എന്ന ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിവോ Y72 5G എന്ന ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64+8+2 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 299 യൂറോസ് ആണ്, അതായത് ഏകദേശം 26,700 രൂപ. ഓപ്പോ റെനോ 6Z 5G എന്ന ഫോണിന് മലേഷ്യയിലെ SIRIM സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത് 6nm പ്രോസസ്സറാണ്. ക്രയോ 670 ബേസ് ചെയ്തിട്ടുള്ള കോറുകളാണ് ഈ പ്രോസസ്സറിൽ വരുന്നത്. അഡ്രീനോ 642L എന്ന GPU ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും. ഡിസ്പ്ലേയിൽ 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൽ 192 മെഗാ പിക്സലിലെ സിംഗിൾ ക്യാമറ സെറ്റപ്പും 32+22 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും പിന്നെ 22 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും സപ്പോർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് M22 എന്ന ഫോൺ ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 374 പോയിന്റും മൾട്ടി കോറിൽ 1361 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 4GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് M32 എന്ന ഫോണിന് ബ്ലൂടൂത്ത് SIG സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. സാംസങ് A22 5G എന്ന ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 എന്ന പ്രോസസ്സർ വരും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരും. ലീക്കോ LE-TV സൂപ്പർ ഫോൺ എന്ന പുതിയൊരു ഫോൺ ടീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓപ്പോ റെനോ 6 Pro 5G എന്ന ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പോക്കോ M3 Pro എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ലോഞ്ചിന് മുമ്പ് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 എന്ന പ്രോസസ്സർ വരും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48+2+2 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും.
പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില €179 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 16,000 രൂപ. പിന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില €199 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ഏകദേശം 17,700 രൂപ. ഗൂഗിൾ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുമായിട്ട് വരുന്ന പുതിയൊരു ഫോണിൻ്റെ ഡിസൈന് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. റിയൽമി നാർസോ 30 എന്ന ഫോൺ മലേഷ്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+2+2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 14,100 രൂപയാണ്.